ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തോമസ് എന്ന 13 വയസ്സുകാരൻ മുത്തശ്ശിയോടൊപ്പമാണ് താമസിക്കുന്നത്. സെമിത്തേരിയിൽ നിന്ന് പൂ പറിക്കാൻ പോയ ചെറുമകൻ്റെ മുഖത്തെ വിഷമം ശ്രദ്ധിക്കുന്ന മുത്തശ്ശി അവനെ ആശ്വസിപ്പിക്കുന്നു. വരാൻ പോകുന്ന ആഘോഷത്തിനു വേണ്ടി എടുത്ത ഒരു പുതുവസ്ത്രം അവന് നൽകി അവനെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ളൊരു ശ്രമം മുത്തശ്ശി നടത്തുന്നു. ഒന്നും ഫലം കാണാതെ പെട്ടെന്ന് അമ്മയായ ലില്ലിയുടെ അടുക്കലേക്ക് തോമസ് പോകുന്നു. ഈ നിമിഷം അമ്മയായ ലില്ലിയുടെ വീട്ടിലേക്ക് തോമസിനെ പഠിപ്പിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ വരുന്നു. മകനെക്കുറിച്ച് നല്ലതൊന്നും കേൾക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ലില്ലി. ഈ സമയം അവിടേക്ക് വന്ന തോമസ് ദൂരത്തു നിന്ന് തന്നെ പ്രിൻസിപ്പാളിനെ കാണുകയും അമ്മയും പ്രിൻസിപ്പാളിനും കാണാതെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും ഒളിച്ചിരുന്ന് അവർ സംസാരം കേൾക്കുന്നു. പ്രിൻസിപ്പാളിനെ യാത്രയയച്ച് ലില്ലി തിരികെ വീട്ടിലേക്ക് വരുന്നു. അലമാരയിൽ കുറച്ച് പണം നഷ്ടമായതിൻ്റെ വിഷമത്തിലിരിക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് തോമസ് പ്രത്യക്ഷപ്പെടുന്നു. തോമസിനെ കുറിച്ചുള്ള കാര്യങ്ങളും പണം നഷ്ടമായതിൻ്റെ വിഷമവും കൊണ്ട് ലില്ലി തോമസിന് മുഖം കൊടുക്കാതെ പോകുന്നു. അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കിയ തോമസ് പണം തിരികെ അമ്മയായ ലില്ലിക്ക് നൽകുന്നു. ഒരു ചെറു കള്ളം കൊണ്ട് പണം നഷ്ടമായതിൻ്റെ കാര്യം തോമസ് പരിഹരിക്കുന്നു. പ്രിൻസിപ്പാൾ പറഞ്ഞ കാര്യങ്ങൾ സമാധാനത്തോടെ ലില്ലി മകനായ തോമസിനോട് ചോദിക്കുന്നു. തോമസിൻ്റെ മാതാപിതാക്കൾ വിവാഹമോചിതരാണ്. രണ്ടുപേരും രണ്ട് വീട്ടിൽ. അമ്മയായ ലില്ലി ഇവിടെയാണ് താമസിക്കുന്നത്. നദിയുടെ കരയുള്ള ഒരു നൈറ്റ് ക്ലബ്ബ് നടത്തിക്കൊണ്ടു പോകുന്നു. ഓരോ രാത്രിയിലും അമ്മയായ ലില്ലിയും പിതാവായ മോറിസും വീണ്ടും ഒന്നിക്കണമെന്നുള്ള ആഗ്രഹത്തോടും അതൊന്നും പറ്റിയില്ലെങ്കിൽ തൻ്റെ ജീവിതം എങ്ങനെയാകുമെന്നുള്ള പേടിയോടും കൂടെ തോമസ് ഓരോ രാത്രിയിലും ഉറക്കത്തിൽ നിന്ന് പേടിച്ച് എണ്ണിക്കുമായിരുന്നു. അടുത്ത ദിവസം ലില്ലി തൻ്റെ ക്ലബ്ബിൽ ജോലി ചെയ്യുകയായിരുന്നു. ഈ നിമിഷം സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നു. അയാൾക്ക് തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ താമസ സൗകര്യം റെഡിയാക്കി കൊടുക്കുന്നു. ഇതാണ് മാർട്ടിൻ. ഒരു ജയിൽ പുള്ളിയാണ്. അതൊന്നും അറിയാതെ അയാളുടെ സൗന്ദര്യത്തിലും സംസാരത്തിലും മയങ്ങി മാർട്ടിനെ ലില്ലി സഹായിക്കുന്നു. തിരികെ വീട്ടിലേക്ക് ലില്ലി വരുന്നു. വിഷമിച്ച് പേടിച്ചിരിക്കുന്ന തോമസിനെ കാണുന്നു. കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ അമ്മയായ ലില്ലി ശ്രമിക്കുന്നു. ആദ്യമൊന്ന് മടിച്ചെങ്കിലും തോമസ് കാര്യങ്ങൾ പറയുന്നു. തന്നെ രണ്ടുപേർ ചേർന്ന് അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. അവർ തന്നോട് പണം ചോദിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് റെഡിയാക്കി കൊടുക്കണമെന്ന കാര്യമെല്ലാം തോമസ് അമ്മയായ ലില്ലിയോട് പറയുന്നു. ഇതെല്ലാം കേട്ട് ലില്ലി മകനെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നു. ഇതെല്ലാം കേട്ട് തോമസിന് ചെറിയൊരു ആശ്വാസമാകുന്നു. ഈ നിമിഷം തൻ്റെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളും പ്രിൻസിപ്പാൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം അമ്മയായ ലില്ലി നിർദ്ദേശിക്കുന്നു. പക്ഷേ ഇതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ തോമസ് പുറത്തേക്ക് പോകുന്നു. ഈ നിമിഷം വീട്ടിൻ്റെ വെളിയിൽ നിൽക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിനെ കാണുന്നു. പ്രിൻസിപ്പാളിൻ്റെ ശകാരത്തിൽ വിഷമിച്ചിരിക്കുന്ന മകനെ ആശ്വസിപ്പിക്കാൻ അമ്മയായ ലില്ലി വരുന്നു. അടുത്ത ദിവസം രാവിലെ ലില്ലി കൂട്ടുകാരിയുടെ അടുക്കലേക്ക് വരുന്നു. അപ്പോൾ താൻ കൊണ്ടുവിട്ട മാർട്ടിൻ അവിടെ നിന്ന് കുറച്ച് പൈസയും മോഷ്ടിച്ച് കടന്നുപോയ കാര്യം അറിയുന്നു. വിഷമത്തോടെ ലില്ലി അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് ലില്ലിയുടെ മകനായ തോമസും അവളുടെ എക്സ് ഹസ്ബൻഡും മുത്തശ്ശനും ഉണ്ടായിരുന്നു. ഈ നിമിഷം മുത്തശ്ശി മകനായ തോമസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മകളെയും മരുമകനെയും ഒന്നു ചേർക്കുവാൻ ഒരു ശ്രമം നടത്തുന്നു. ദേഷ്യത്തോടെ ലില്ലി വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിൽ വന്നപ്പോൾ മാർട്ടിൻ അവിടെ ഉണ്ടായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അടുത്ത ദിവസം ലില്ലി തോമസിനെ ലീവ് കഴിഞ്ഞ് തിരികെ സ്കൂളിൽ കൊണ്ടുവിടുവാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകി മകനെ ലില്ലി സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു. തോമസ് പോയ ഉടനെ ലില്ലി അതിവേഗം മടങ്ങി മാർട്ടിൻ്റെ അടുക്കലേക്ക് എത്തുന്നു. മാർട്ടിനോട് വിശദമായി ലില്ലി കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. അങ്ങനെ പരസ്പരം നീണ്ട നേരത്തെ സംസാരത്തിനൊടുവിൽ ലില്ലി തൻ്റെ മനസ്സിലെ ആഗ്രഹം മാർട്ടിനോട് തുറന്നു പറയുന്നു. ഈ നിമിഷം സ്കൂളിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടാക്കി തോമസ് വീട്ടിലേക്ക് മടങ്ങുന്നു. മാർട്ടിൻ്റെ നീണ്ട നേരത്തെ ആലോചനയ്ക്കൊടുവിൽ ഒരുമിച്ച് ജീവിക്കാം എന്ന് രണ്ടുപേരും തീരുമാനിക്കുന്നു. എന്നാൽ ഈ നിമിഷം മാർട്ടിനെ തിരക്കി ഒരു പെൺകുട്ടി വരുന്നു. ദേഷ്യത്തോടെ മാർട്ടിൻ പുറത്തേക്ക് പോകുന്നു. കാര്യങ്ങളെല്ലാം ലില്ലിയോട് സംസാരിച്ച് ഒരു ധാരണയിലെത്തുന്നു. ഇതിനുശേഷം ലില്ലിയുടെ അമ്മയോട് മാർട്ടിൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതിശക്തമായി ലില്ലിയുടെ അമ്മ അതിനെ എതിർക്കുന്നു. അമ്മയുടെ എതിർപ്പ് അവഗണിച്ച്
ലില്ലി അവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഈ നിമിഷം വീട്ടിൽ വന്ന തോമസ് അമ്മയുടെയും മാർട്ടിൻ്റെയും കലാപരിപാടികൾ കാണുന്നു. ദേഷ്യത്തോടെ മുത്തശ്ശിയുടെ അടുക്കലേക്ക് പോകുന്നു. തോമസ് പോയ ഉടനെ മാർട്ടിനെ തിരക്കി അവൻ്റെ കാമുകി വരുന്നു. തന്നെ ചതിച്ചതിന് പ്രതികാരം വീട്ടുന്നു. മാർട്ടിൻ കൊല്ലപ്പെടുന്നു. ഒരു കാർ അപകടത്തിൽ മാർട്ടിൻ്റെ കാമുകിയും. തനിക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താൻ ലില്ലി തയ്യാറാകുന്നു. മോറിസുമായി വീണ്ടും നല്ലൊരു ബന്ധം പുനഃസ്ഥാപിക്കുവാൻ മുത്തശ്ശി നിർബന്ധിക്കുന്നു. അങ്ങനെ തൻ്റെ തെറ്റുകളെല്ലാം തിരുത്തി തൻ്റെ മകനായ തോമസിനു വേണ്ടി മോറിസുമായി വീണ്ടും ഒന്നുചേരുന്നു. ഈ നിമിഷം ഒരു കുറ്റവാളിയെ പാർപ്പിച്ചതിൻ്റെ പേരിൽ ലില്ലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ശുഭം. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.